ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റോയ് വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം, ഹോണ്ട എലിവേറ്റ് എന്ന് പറഞ്ഞൊരു വണ്ടിയാണ് ഇപ്പോൾ ഇവിടെ എടുക്കുന്നത്. ഇതിലേക്ക് നമ്മൾ നല്ല അടിപൊളിയായിട്ട് ഒരു 9 ഇഞ്ചിൻ്റെ ഒരു ആൻഡ്രോയിഡ് സിസ്റ്റമാണ് നമ്മളിലേക്ക് ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. അതേപോലെ തന്നെ ഇതിലേക്ക് ഇപ്പോൾ ഹോണ്ടയുടെ ഏറ്റവും പുതിയൊരു വണ്ടിയാണ് കേട്ടോ ഹോണ്ട എലിവേറ്റ്. ഇതിൻ്റെ ഐറ്റംസൊക്കെ വന്ന് തുടങ്ങണുള്ളൂ. ഇപ്പോൾ 9 ഇഞ്ചിൻ്റെ ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം, അതേപോലെ തന്നെ അടിയിലേക്ക് നല്ല അടിപൊളിയായിട്ടുള്ളൊരു 5D മാറ്റും നമ്മളിലേക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് കമ്പനി വരുന്ന സ്റ്റീരിയോയുടെ ഭാഗം. ഇങ്ങനെയാണ് കണ്ടോ. ഇത് ശരിക്കും ഡാഷ്ബോർഡിൽ നിന്ന് മുകളിലേക്ക് കയറി നിൽക്കുന്നൊരു മോഡലാണ്. നല്ല ഷോ വരുന്നൊരു മോഡൽ തന്നെയാണ്. 9 ഇഞ്ചിൻ്റെ ആൻഡ്രോയിഡ് സിസ്റ്റം വയ്ക്കുമ്പോൾ നമുക്ക് നല്ല ഷോ ആയിട്ട് തന്നെ അത് ചെയ്യാനും പറ്റും. അതേപോലെ തന്നെ ഇനി സ്റ്റിയറിംഗ് കൺട്രോളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സ്റ്റീരിയോ ഇതിലില്ല. അപ്പോൾ സ്റ്റീരിയോ ഇല്ല, അതുപോലെ തന്നെ ഡോർ സ്പീക്കേഴ്സും ഇതിലില്ല. അപ്പോൾ നമ്മളിതിൽ ചെയ്യാൻ പോകുന്നത് 4 ഡോറിലേക്ക് സ്പീക്കർ, നല്ലൊരു അടിപൊളിയായിട്ടൊരു വൂഫർ, അതേപോലെ തന്നെ ട്യൂട്ടർ സെപ്പറേറ്റ് എന്നുവെച്ചാൽ കോമണൻ്റ് സ്പീക്കറാണ് നമ്മൾ വെക്കുന്നത്. അതേപോലെ തന്നെ നല്ലൊരു ക്യാമറ ഇതിലേക്ക് വരുന്നുണ്ട്. ഇത്രയും വർക്കുകളാണ് നമുക്ക് ഇതിൽ ചെയ്യാനുള്ളത്. അതേപോലെ തന്നെ നമ്മൾ സ്പീക്കറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. സ്പീക്കർ നമ്മൾ ഒരു പെയർ കോമ്പണൻറ്റും ഒരു പെയർ കൊയാക്സിലാണ് നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ ക്യാമറ നമുക്ക് നമ്മളെ കൈവച്ച ഭാഗത്തായിട്ട് നമുക്ക് ക്യാമറ ഇതിലേക്ക് വരും. അപ്പോൾ 9 ഇഞ്ചിൻ്റെ ആൻഡ്രോയിഡ് സിസ്റ്റമാണ് നമ്മൾ ഈ വണ്ടിയിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 9 ഇഞ്ചിൻ്റെ സ്റ്റീരിയോ വെക്കുമ്പോൾ എപ്പോഴും നമുക്ക് അതിനൊരു ഫ്രെയിം വേണം. അപ്പോൾ ഫ്രെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വണ്ടിക്കും സെപ്പറേറ്റാണ് ഫ്രെയിം വരുന്നത്. നമുക്കിപ്പോൾ വേറെ ഹോണ്ടയുടെ വണ്ടിയുടെ അല്ലെങ്കിൽ ഒരു ഹോണ്ട സിറ്റിയുടെ ഫ്രെയിം നമുക്കിനി ഉപയോഗിക്കാൻ പറ്റില്ല. അത് ഈ എലിവേറ്റ് എന്ന് പറഞ്ഞ വണ്ടിയുടെ ഫ്രെയിം തന്നെ നമുക്കിനി യൂസ് ചെയ്യാൻ പറ്റും. ഇതാണ് നമുക്ക് ആ ഫ്രെയിം വരുന്നത്, 9 ഇഞ്ചിൻ്റെ ആൻഡ്രോയിഡ് സിസ്റ്റം. അതേപോലെ നമുക്ക് ഇതിൽ ആഡ് ചെയ്യുന്ന സ്റ്റീരിയോ ഷാർപ്പിൻ്റെ സ്റ്റീരിയോ ആണ് നമ്മളിലേക്ക് ആഡ് ചെയ്യുന്നത്. 9 ഇഞ്ചിൻ്റെ ആൻഡ്രോയിഡ് സിസ്റ്റം നമ്മൾ ഉപയോഗിക്കുന്നത് ഷാർപ്പ് എന്ന് പറഞ്ഞ കമ്പനിയുടെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്റ്റീരിയോ തന്നെയാണ് നമ്മളിതിൽ ഉപയോഗിക്കുന്നത്. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് ബാക്ക് DVR ആണ് നമ്മളതിലേക്ക് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. ഷാർപ്പിൻ്റെ തന്നെയാണ് ഫ്രണ്ട് ബാക്ക് ക്യാമറയും വരുന്നത്, ഷാർപ്പിൻ്റെ തന്നെയാണ്. ഇതാണ് ആ സെറ്റ് വരുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് 6 ഇഞ്ചിൻ്റെ സ്പീക്കറിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞിരുന്നു. ഒരെണ്ണം കൊയാക്സിൽ, ഇത് കൊയാക്സിൽ സ്പീക്കറാണ്. പിന്നെ ഒരെണ്ണം വരുന്നത് കോമ്പണൻ്റ് സ്പീക്കറാണ്. ഇതാണ് കോമ്പണൻ്റ് സ്പീക്കറിൻ്റെ പ്രത്യേകത ട്യൂട്ടർ സെപ്പറേറ്റ് ആണ് വരുന്നത്. ഇപ്പോൾ വൂഫറിൻ്റെ തൊട്ടപ്പുറത്ത് ആ ട്യൂട്ടറാണ് ചെറുത് കാണുന്നത്. ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് അതിൻ്റെ നെറ്റ്വർക്ക് എന്ന് പറയും. അത് നെറ്റ്വർക്കാണ്. ഇത് വൂഫർ. അപ്പോൾ ശരിക്കും നമ്മുടെ സ്പീക്കർ ഔട്ട് എടുത്തിട്ട് നമ്മൾ നെറ്റ്വർക്കിൽ കൊടുത്തിട്ട് നെറ്റ്വർക്കിൽ നിന്നാണ് വൂഫറിലേക്കും അതേപോലെ ട്യൂട്ടറിലേക്കും സെപ്പറേറ്റ് കണക്ഷൻ പോകുന്നത്. അപ്പോൾ ഈ 9 ഇഞ്ചിൻ്റെ സിസ്റ്റം നമ്മൾ ഫിറ്റ് ചെയ്യുമ്പോൾ ഒരു കാരണവശാലും നമുക്ക് വയർ കട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. അതുമാത്രമല്ല, ഈ കോമ്പണൻ്റ് സ്പീക്കർ വരുമ്പോൾ നല്ല പെർഫോമൻസ് ആയിരിക്കും, നല്ല ബേസും ഉണ്ടാവും, അതേപോലെ തന്നെ നല്ല ട്രിബിളും നന്നായിട്ടുണ്ടാവും. എന്നുവെച്ചാൽ സെപ്പറേറ്റ് ട്യൂട്ടറാണ് അതിൽ വരുന്നത്. ഇതാണ് 9 ഇഞ്ചിൻ്റെ ഫ്രെയിം വരുന്നത്. ഇതാണ് 9 ഇഞ്ചിൻ്റെ ആൻഡ്രോയിഡ് ഫ്രെയിം. എലിവേറ്റ് എന്ന് പറഞ്ഞ കമ്പനിക്ക് ആ സ്റ്റീരിയോയ്ക്ക് വേണ്ടി മാത്രം വരുന്ന ഒരു ഫ്രെയിമാണത്. വേറെ ഹോണ്ടയുടെ ബാക്കി വണ്ടികളുണ്ട്. ഇപ്പോൾ അമേസ് ആയാലും സിറ്റി ആയാലും അതിനൊന്നിനും അത് പറ്റില്ല. ഇപ്പോൾ അത് JBLൻ്റെ വൂഫർ ഫ്രണ്ട് ഡോറിൽ നമ്മളിത് ഫിറ്റിങ് കഴിഞ്ഞു. അതേപോലെ തന്നെ അതിൽ നിന്നുള്ള വയർ, നെറ്റ്വർക്കിൽ നിന്നുള്ള വയർ ഇതേ മുകളിലേക്ക് ട്യൂട്ടറിലേക്ക് ഫിറ്റ് ചെയ്യാനുള്ള വയറും അവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ സ്റ്റീരിയോയുടെ ഫിറ്റിങ്സ് കഴിഞ്ഞുണ്ട്. സ്റ്റീരിയോയുടെ പ്രത്യേകതകൾ കണ്ട് സ്റ്റീരിയോ കയറ്റി വെക്കുമ്പോൾ നല്ല ഷോ ആയിട്ട് തന്നെ സ്റ്റീരിയോ നിൽക്കുന്നുണ്ട്. ശരിക്കും കറക്റ്റ് ഡാഷ്ബോർഡിൻ്റെ മുകളിലേക്ക് കയറി നിൽക്കുന്ന രീതിയിലുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്റ്റീരിയോ ആണ്. പല വണ്ടികൾക്ക് നമുക്ക് ഡാഷ്ബോർഡിൻ്റെ സെൻറ്റർ ഭാഗത്താണ് ഈ 9 ഇഞ്ചിൻ്റെ സിസ്റ്റം വരിക. ഇപ്പോഴത്തെ ന്യൂജൻ വണ്ടികളൊക്കെ ഏറെക്കുറെ ഡാഷ്ബോർഡിൻ്റെ മുകളിലേക്കാണ് വരുന്നത്. അപ്പോൾ ഇത് ബാക്ക് ഡോറിൽ വെച്ചിരിക്കുന്ന സ്പീക്കറാണ്. ഇത് JBL തന്നെയാണ് സ്പീക്കർ നമ്മൾ വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ട്യൂട്ടർ, അതേപോലെ തന്നെ ഒരു റെയിൻ ഗാർഡ് സ്പേസറും കൂടി നമ്മൾ വെച്ചിട്ടുണ്ട്. എപ്പോഴെങ്കിലും മഴ പെയ്യുകയാണെങ്കിൽ, എപ്പോഴെങ്കിലും അല്ല, മഴ പെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ഡോർ പാഡിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം ഉള്ളിലേക്ക് വീഴും. എല്ലാ വണ്ടികൾക്കും, എത്ര പുതിയ വണ്ടി ആയാലും അങ്ങനെ വരുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് റെയിൻ ഗാർഡ് സ്പേസർ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ അത് ലെഫ്റ്റ് സൈഡിലെ സ്പീക്കർ ഫിറ്റ് ചെയ്യാൻ, ബാക്ക് സ്പീക്കർ ഫിറ്റ് ചെയ്യാനുള്ള സ്പേസർ അവിടെ കണക്ട് ചെയ്തുകൊണ്ട്, ഇതാണ് സ്പേസർ. ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ മുകളിൽ നിന്ന് വെള്ളം വീണാലും അത് ഉള്ളിലേക്ക് വരില്ല. അതേപോലെ തന്നെ കപ്ലർ ഇട്ടിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ആ റെഡ് കളറിൽ കാണുന്ന അതിൻ്റെ കപ്ലർ. മറ്റേ 2 എൻഡ് നമ്മൾ സ്പീക്കറിലേക്ക് കണക്ട് ചെയ്യാനുള്ള പിന്നാണ്. അപ്പോൾ ഒരു കാരണവശാലും വയർ കട്ടിങ്ങോ കാര്യങ്ങളോ നമുക്ക് വരുന്നില്ല.
അപ്പോൾ ഫ്രണ്ട് ഡോറിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അതിൻ്റെ നെറ്റ്വർക്ക്, ഇതാണ് നെറ്റ്വർക്ക് വരുന്നത്. കമ്പനി വരുന്ന വയറ് നെറ്റ്വർക്കിലേക്ക് കൊടുക്കും. നെറ്റ്വർക്കിൽ നിന്നാണ് ശരിക്കും വൂഫർ ഔട്ടും അതേപോലെ തന്നെ ട്യൂട്ടർ ഔട്ടും പോകുന്നത്. ഈ നെറ്റ്വർക്കൊക്കെ സെപ്പറേറ്റ് വരുന്നത് കൊണ്ടാണ് കോമ്പണൻ്റ് സ്പീക്കറിന് റേറ്റും കൂടുതലാണ്, അതിൻ്റെ വർക്കിങ്ങും കൂടുതൽ തന്നെയാണ്. ഇതാണ് സ്പേസർ വരുന്നത് കേട്ടോ, ഫ്രണ്ട് ഡോറിലേക്കുള്ള സ്പേസറാണ്, റെയിൻ ഗാർഡും കൂടിയിട്ട് വരുന്ന സ്പേസറാണ്. ഇത് വയ്ക്കുമ്പോൾ കുറച്ച് പെർഫോമൻസും കൂടുതൽ കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ തകിടും നമ്മുടെ സ്പീക്കറിൻ്റെ തകിട് തമ്മിലുള്ള വൈബ്രേഷൻ വരില്ല. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടും കൂടിയിട്ട് സ്പേസർ അതേപോലെ തന്നെ റെയിൻ ഗാർഡ് കൂടി ആകുമ്പോൾ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഒരു കാരണവശാലും സ്പീക്കർ നനയുകയോ അല്ലെങ്കിൽ സ്പീക്കറിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറി കേടുവരും അങ്ങനെയുള്ള ഒരു പ്രശ്നം നമുക്ക് വരുന്നില്ല. അതേപോലെ തന്നെ ഇത് വിനൈൽ മാറ്റ്, അടിയിൽ വിനൈൽ മാറ്റാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിനൈൽ മാറ്റ് ശരിക്കും വണ്ടിയിൽ ചെയ്യുന്നത് നല്ലതാണ്. അതേപോലെ ഇത് നമ്മുടെ ക്യാമറയുടെ ഫിറ്റിങ്സ്, അവിടെ ബാക്കിലെ ക്യാമറയുടെ ഫിറ്റിങ്സും അവിടെ കഴിഞ്ഞിട്ടുണ്ട്. അടിപൊളിയായിട്ടുള്ള ക്യാമറ തന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഒരു ഫ്രണ്ടിലെ വിനൈൽ മാറ്റിൻ്റെ വിരിക്കൽ അവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി കൂടാതെ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ 5D മാറ്റും കൂടി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. 5D മാറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വിനൈൽ മാറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഒരുവിധം നല്ല ക്ലിയർ ആയിട്ട് തന്നെ കിടക്കും, നമുക്ക് ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങില്ല. പ്രത്യേകിച്ച് ഇങ്ങനെ 5D മാറ്റും കൂടി വന്നു കഴിഞ്ഞാൽ 5D മാറ്റിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം എടുത്ത് കളയാൻ എളുപ്പമാണ്. ഇപ്പോൾ നമ്മുടെ സ്റ്റീരിയോയുടെ ഫിറ്റിങ്സ് കഴിഞ്ഞ് നേരത്തെ ഞാൻ പറഞ്ഞിരുന്ന ഫ്രണ്ട് ബാക്ക് റെക്കോർഡിംഗ് ഉള്ളതാണ്. ഇപ്പോൾ ഫ്രണ്ട് ക്യാമറയാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. അതിൽ തന്നെ നമുക്ക് ബാക്കും കൂടി നമുക്ക് ഇതിൽ തന്നെ ഒരുമിച്ച് രണ്ടും കൂടി നമുക്ക് കാണാനും പറ്റും. ഇത് ആപ്പിൾ കാർപ്ലേയും അതേപോലെ തന്നെ ആൻഡ്രോയിഡ് ഓട്ടോയും കൂടി ഉള്ള സ്റ്റീരിയാണ് നമ്മളിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്, ഷാർപ്പിൻ്റെ 9 ഇഞ്ചിൻ്റെ. ഇപ്പോൾ ഇപ്പോൾ റിവേഴ്സ് ഇടുമ്പോൾ ശരിക്കും ബാക്ക് ക്യാമറയിൽ ലൈൻ അടക്കം നമുക്ക് വരും. പക്ഷേ സാധാരണ നമ്മൾ ഫ്രണ്ടും ബാക്ക് റെക്കോർഡിങ് വരുന്ന സമയത്ത് നമുക്ക് ഗൈഡിങ് ലൈൻ ഉണ്ടാവില്ല. ഇപ്പോൾ ശരിക്കും ഒരു ലൈൻ ഉണ്ടല്ലോ, ആ ലൈൻ ഉണ്ടായാൽ റിവേഴ്സ് ഇടുമ്പോൾ മാത്രമാണ് ആ ലൈൻ കറക്റ്റായിട്ട് വരുള്ളൂ. അപ്പോൾ ആപ്പിൾ കാർപ്ലേയും അതേപോലെ തന്നെ ആൻഡ്രോയിഡ് ഓട്ടോയും കൂടിയിട്ടുള്ളൊരു സെറ്റാണ്. അത് നമുക്ക് വേണമെങ്കിൽ വയേർഡ് ഇത് വയേർഡ് അല്ല കേട്ടോ, നമുക്ക് വയർ കൊടുക്കണ്ട ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ കിട്ടാനായിട്ട്. ഇത് ഫ്രണ്ട് DVR നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഫ്രണ്ട് ക്യാമറയാണ് വർക്ക് ചെയ്യുന്നത്. കാരണം നമ്മുടെ കടയുടെ ഉൾവശം ശരിക്കും 1, 2, 3 ഷട്ടർ വരെ നമുക്ക് കാണുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിൽ വണ്ടി ഇത് വർക്ക് ചെയ്യുന്ന സ്ഥലവും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കണ്ട, ഞാൻ വൈഡായിട്ടുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. കണ്ട 1, 2, 3, 4 ശരിക്കും 4 ഷട്ടറിൻ്റെ ഒന്നും കൂടി വൈഡാക്കിയിട്ട് നമുക്ക് ഇതിപ്പോൾ ബാക്കും കൂടിയിട്ട് അടിയിൽ കാണുന്നത് ബാക്കും മുകളിൽ കാണുന്നത് ഫ്രണ്ട് ക്യാമറയാണ് വർക്ക് ചെയ്യുന്നത്. അതേപോലെ ബാക്ക് ക്യാമറയുടെ നിങ്ങൾക്ക് അതിൻ്റെ അത്രയൊക്കെ വളരെ വൈഡായിട്ട് കാണാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഫ്രണ്ട് ക്യാമറ ഒന്നുകൂടി പ്രസ് ചെയ്താൽ ഫ്രണ്ടും ബാക്കും ഒന്നും വേണ്ട. ബാക്ക് ക്യാമറ ശരിക്കും നല്ലതാണ്, ബാക്ക് തന്നെ നമുക്ക് കാണാൻ കണ്ട. അപ്പോൾ അതിൽ ശരിക്കും ആ ബാക്കിൽ ലെഫ്റ്റ് സൈഡിലെ ബിൽഡിങ് ഇപ്പോൾ വളരെ വൈഡായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ 180 വരെ നമുക്കത് കിട്ടാവുന്നൊരു ക്യാമറയാണ് നമ്മളിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. സാധാരണ നമ്മൾ കമ്പനിയിൽ വെക്കുന്ന ക്യാമറ എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ് നമുക്കതിൽ കാണാൻ പറ്റുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 100 ഡിഗ്രി ഒന്നും കിട്ടില്ല. ഇത് നമുക്ക് 180 വരെ നമുക്ക് കവറായിട്ട് കിട്ടും, കവർ ചെയ്യാൻ സാധിക്കും അതിൽ. അതേപോലെ തന്നെ വേറെ പ്രത്യേകത DVR ഞാൻ നേരത്തെ പറഞ്ഞു റെക്കോർഡിങ്ങും കൂടിയിട്ടുള്ളതാണ് കേട്ടോ. നമുക്ക് ഇതിൽ തന്നെ ഫ്രണ്ടും ബാക്ക് റെക്കോർഡിങ്ങും കൂടിയും നമുക്ക് ഈ സിസ്റ്റത്തിൽ വരുന്നുണ്ട്. അതിൽ തന്നെ നമ്മൾ സെപ്പറേറ്റഡ് USB കണക്ട് ചെയ്ത് അതിലേക്കാണ് അത് റെക്കോർഡാവുക. അതിൽ നിന്ന് ബാക്കിൽ നിന്ന് ഡിലീറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും, ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് ആവും. നമുക്ക് കാണുന്നുണ്ടെങ്കിൽ ഇതിന് നമുക്ക് പ്ലേ ചെയ്ത് ഇതിൽ കാണും ചെയ്യാം. പ്ലേ ബാക്ക് സൗകര്യം കൂടി നമുക്ക് ഇതിലുണ്ട്. അതേപോലെ തന്നെ അതെല്ലാം തന്നെ USB എടുത്ത് നമുക്ക് വേറെ ഇതിലേക്കും മാറ്റണം എന്നുണ്ടെങ്കിൽ മാറ്റിയുടെ അത്യാവശ്യമുള്ള വല്ല വീഡിയോസ് ഉണ്ടെങ്കിൽ നമുക്ക് അതിന് മാറ്റി വെക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതിൽ ചെയ്തിട്ടുള്ള വർക്കുകൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു 3 വർക്കാണ് നമ്മൾ മെയിനായിട്ട് ചെയ്തത്. ഒന്ന് സ്റ്റീരിയോ ക്യാമറ, 4 ഡോർ സ്പീക്കർ, അതൊരു സെറ്റ്, സ്റ്റീരിയോയെ ബന്ധപ്പെട്ടൊരു സെറ്റ്. പിന്നെ നമുക്ക് വരുന്നതാണ് അടിയിൽ വിനൈൽ മാറ്റ്, അതുപോലെ തന്നെ 5D മാറ്റ്. പിന്നെ ഹോണും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഹോൺ ഞാൻ നേരത്തെ പറഞ്ഞു ഹെല്ലയുടെ ബ്ലാക്ക് പേളാണ്. ഇതിപ്പോൾ നമ്മൾ അതിലൊരു വീഡിയോ ഇട്ടിരിക്കുകയാണ്, നല്ല അടിപൊളിയായിട്ടുള്ളൊരു വീഡിയോ തന്നെയാണ് നമ്മൾ അതിലേക്ക് പ്ലേ ചെയ്യുന്നത്. അത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കാണാം. അപ്പോൾ നമ്മൾ സൗണ്ടും വർക്ക് വെച്ച് കേട്ടു.
വീഡിയോയും കറക്റ്റായിട്ട് കണ്ടു. നമുക്കറിയാം നല്ല സൗണ്ട് ക്ലാരിറ്റി ഉള്ളതാണ്. ശരിക്കും ആ ട്യൂട്ടറിലൊക്കെ കറക്റ്റ് അതിൻ്റെ സൗണ്ടും ട്യൂട്ടറിൽ നല്ല കിൽക്കും എല്ലാം നല്ല ഇതിൽ തന്നെ. അതേപോലെ തന്നെ ഇതിൻ്റെ സ്റ്റിയറിങ് കൺട്രോൾ നമ്മൾ കറക്റ്റ് പെയർ ചെയ്തു. അപ്പോൾ നമുക്കറിയാം ഈ വണ്ടിയുടെ പ്രത്യേകത, ഇത് സ്റ്റീരിയോ ഇല്ല, പക്ഷേ സ്റ്റിയറിങ് കൺട്രോൾ ഉണ്ട്. അപ്പോൾ അത് ശരിക്കും നമ്മൾ സ്റ്റീരിയോ വെക്കുന്ന ആൾക്കാർക്ക് വളരെ സൗകര്യം കൂടിയാണ്. സാധാരണ വണ്ടിയിൽ സ്റ്റീരിയോ ഇല്ലെങ്കിൽ അതിൻ്റെ കൂടെ സ്റ്റിയറിങ് കൺട്രോൾ ഉണ്ടാവാറില്ല. പക്ഷെ ഇതിലിവർ കമ്പനിക്കാർ മുൻകൂട്ടി തന്നെ സ്റ്റീരിയോ കൺട്രോളും കൂടിയിട്ട് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ സ്റ്റീരിയോ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ ഈ വണ്ടിയുടെ വർക്കുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അറിയാം, ഫ്രണ്ട് ബാക്ക് DVR അടക്കമുള്ള ഒരു ആൻഡ്രോയിഡ് 9 ഇഞ്ചിൻ്റെ ആൻഡ്രോയിഡ് സിസ്റ്റമാണ് നമ്മളിൽ ഫിറ്റ് ചെയ്തതാണ്. ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ ഉള്ളൊരു സെറ്റ്. അതുമാത്രമല്ല വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെറ്റിന് നമുക്ക് 2 വർഷം നമുക്ക് വാറണ്ടി ഉണ്ട്. ഇതാണ് നമ്മുടെ 5D മാറ്റ് വരുന്നത്. 5D മാറ്റ് കറക്റ്റ് അളവിലാണ് വരുന്നത്. അതേപോലെ തന്നെ നമ്മൾ ബാക്കിലേക്ക് ഒറ്റ പീസ വരാം. അപ്പോൾ ഒരു കാരണവശാലും ഇത് അങ്ങോട്ട് ചവിട്ടി അങ്ങോട്ട് കയറി പോവില്ല, കറക്റ്റായിട്ട് ഉള്ളിൽ കിടക്കും. വെള്ളമായാലും അതേപോലെ തന്നെ പൊടിയായാലും കറക്റ്റ് അതിൻ്റെ ഉള്ളിൽ തന്നെ കിടക്കും. നമുക്കെടുത്ത് ക്ലീൻ ചെയ്യാനും പറ്റും. അതേപോലെ തന്നെ ക്യാമറ നമ്മൾ കമ്പനി ഫിറ്റിങ്സ് പോലെ തന്നെയാണ് ക്യാമറയുടെ ഫിറ്റിങ്സും ചെയ്തിരിക്കുന്നത്. അടിപൊളിയായിട്ടുള്ളൊരു ക്യാമറയാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് നല്ല വൈഡായിട്ട് കാണാവുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു ക്യാമറ നമ്മൾ ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ നല്ലൊരു ഹോൺ നമ്മളിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ആ ഹോണിൻ്റെ പ്രത്യേകത നമ്മൾ ഹെല്ലയുടെ ബ്ലാക്ക് പാൽ എന്ന് പറഞ്ഞൊരു ഹോണാണ് നമ്മളിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. അതും കൂടി ഒന്ന് വർക്ക് ചെയ്ത് ചേക്കാം. അതുകൂടി നമ്മുടെ വീഡിയോ കഴിയാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നമ്മുടെ ഫുൾ വർക്ക് കഴിഞ്ഞു. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഏത് പുതിയ വണ്ടിയിലായാലും നമുക്ക് വയർ കട്ടിങ് ഇല്ലാണ്ട് സ്റ്റീരിയോ ഫിറ്റ്